ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ 7 മണിക്ക് അവിടെ പള്ളിയിൽ മണി കൊട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. പള്ളിയുടെ അടുത്തായതുകൊണ്ട് കേൾക്കാം. ആ സമയത്ത് കുടുംബ പ്രാർത്ഥന എത്തിക്കണം എന്നാണ് നിർദ്ദേശം. എങ്ങാനും താമസിക്കുകയാണെങ്കിൽ തന്നെ ഒരു 7:30-ക്ക് മുന്നേ തന്നെ എങ്കിലും കുടുംബ പ്രാർത്ഥന തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഭൂരിഭാഗം അത് നടക്കാറുമുണ്ട്. കുടുംബ പ്രാർത്ഥനകളിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണം. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കാവുന്ന ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അതുപോലെ തന്നെ എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ നമുക്ക് ഈ പേഴ്സണലായിട്ടുള്ള കൂടുതൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ഉൾക്കൊള്ളിക്കണം. ആ ഒരു ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഞാനത് പതുക്കെ ചെയ്തു വരുന്നുണ്ട്. കുട്ടികൾ കൂടുതലത് പഠിച്ചു വരുന്നുണ്ട്. മക്കള് കാറ്റീസം പഠിക്കുന്നത് മൂത്തവര് ട്വിൻസാണ്. അവർ 10ലാണ് പഠിക്കുന്നത്. ഇളയാള് ഇപ്പൊ 7ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുന്നു. അവർ പരമാവധി എല്ലാം മുടങ്ങാതെ തന്നെയാണ് ഞങ്ങൾ കാറ്റീസത്തിന് ഞങ്ങൾ പറഞ്ഞയക്കും. വിശുദ്ധ കുർബാന മുടങ്ങാതെ കാണാം, അതുപോലെ കാറ്റീസവും മുടങ്ങാതെ പോകണം എന്നൊരു നിർബന്ധവും ഞങ്ങൾക്കുണ്ട്. തീരെ വയ്യാണ്ട് വന്നാലും പരമാവധി ഞങ്ങൾ കാറ്റീസിന് മക്കളെ പറഞ്ഞയക്കും. ഞാൻ കാറ്റീസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കാറ്റീസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ. ഞാൻ കാറ്റീസം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കാറ്റീസം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ അടുത്തൊരു ഓട്ടിസം പാർക്ക് ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ മക്കളെയും കൊണ്ട് പോവാറുണ്ട്. എനിക്കെല്ലാം സപ്പോർട്ടായിട്ട് ഷോണിച്ചേട്ടൻ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ അവിടെ പോകുന്നോ, അനാഥാലയം സന്ദർശിക്കാൻ പോകണോ, അതിനൊക്കെ ഷോണിച്ചേട്ടൻ എനിക്ക് നിർദ്ദേശങ്ങൾ തരിക. നമുക്ക് അങ്ങനെ ചെയ്യാം, കുട്ടികളെയും കൊണ്ട് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാറ്റീസം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. രോഗി സന്ദർശനം, അതിനൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയും കൊണ്ടുപോകും. കാരണം അവർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതം വഴി അവർക്ക് പകർന്നു കൊടുക്കാനാണ് മതബോധനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഫോണിന് നല്ല കൺട്രോൾ ഉണ്ട്. എന്നുവെച്ചാൽ ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടേ മക്കൾ ഫോൺ എടുക്കാറുള്ളൂ. കൂടുതലും ദൈവവചനം, സുവിശേഷം ഒക്കെ കേൾക്കാനായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഫോൺ അവർ എടുക്കാറില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കള് നമ്മുടെ പറയുന്നത് അനുസരിച്ച് അങ്ങനെ പോവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ദൈവവചനം കേൾക്കാം, ബൈബിൾ ക്ലാസ്സുകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മക്കളെ പരിശീലിക്കേണ്ടത് ആ ഒരു നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. അതിൽ പല കാര്യങ്ങളും വരും, അത് ഏതാണെന്നുള്ളത് വേർതിരിക്കാനുള്ള ഒരു വിവേകം അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം.